ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു ടെക്നോളജി മേഖലയിൽ ഡിഗ്രി കഴിഞ്ഞ് നല്ലൊരു തൊഴിലിലേക്ക് പ്രവേശിച്ച ഒരാളാണ് നമ്മൾ എങ്കിൽ മിക്കവാറും എല്ലാവരും ഈ കാറ്റഗറിയിൽ പെടുന്നവരുടെ ഒരു മനസ്സിലെ ലക്ഷ്യമാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ല. ഒരു തൊഴിലിൽ കയറി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ ജോലി റിസൈൻ ചെയ്ത് അതുവരെ ഏൺ ചെയ്തുകൊണ്ടിരുന്ന വരുമാനമൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ M.Tech അതിന് പോയി ചേരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരുപാട് ടെക്നോളജി ഗ്രാജുവേറ്റ്സ്, പ്രത്യേകിച്ച് B.Tech ഒക്കെ കഴിഞ്ഞ് ഒരു തൊഴിലിൽ കയറി 2-3 വർഷമായവരുടെ മനസ്സിൽ എല്ലാവരും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം, പക്ഷേ അത് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, ഒരു M.Tech ചെയ്യുക, അതും നല്ലൊരു ഫെസിലിറ്റിയിൽ നിന്ന് ചെയ്യുക. അതിനുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു ബിരുദധാരിയാണ് ടെക്നോളജി മേഖലയിൽ, നിങ്ങൾക്കുള്ള PG, IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് IIITs. നമുക്കറിയാവുന്നതുപോലെ JEE മെയിൻസിൽ നിന്നും സെലക്ട് ചെയ്യുന്ന വളരെ അപൂർവം സ്ഥാപനങ്ങളിൽ ഒന്നാണ് IIITs അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. കേരളത്തിൽ കോട്ടയത്ത് IIITയുടെ ഒരു ശാഖ, ഒരു ഫെസിലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കായി അവർ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. M.Tech ചെയ്യുന്നതിനുള്ള ഒരു സുവർണാവസരം. അവർ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി എന്താണെന്ന് ചോദിച്ചാൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു M.Tech പ്രോഗ്രാം. അതാണ് ഇതിൻ്റെ ആകർഷണീയത. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു എംപ്ലോയിഡ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഒരു B.Tech ഉണ്ട്, അതുമല്ലെങ്കിൽ ഒരു BE ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് സബ്ജക്റ്റ് അത് ഉള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ തൊഴിലിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു PG ചെയ്യാം. അത് ഓൺലൈൻ മോഡിൽ ചെയ്യാം. അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നൽകുന്ന ഈ അവസരം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇവർ 2 ഡൊമൈൻസിലാണ് ഈ M.Tech നൽകുന്നത്. കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് അനുബന്ധ മേഖലകളിൽ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ആണ് ഒരു ബ്രാഞ്ച് ഓഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ ബ്രാഞ്ച് സൈബർ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ 2 ബ്രാഞ്ചുകളിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, സൈബർ സെക്യൂരിറ്റിയിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസിലോ താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 2 ബ്രാഞ്ചുകളിലുള്ള M.Tech ആണ് ഓഫർ ചെയ്യുന്നത്. 60 സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു മികവ്. ഏകദേശം 3 വർഷം മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. 3 ഇയേഴ്സ് ആണ് ലോവർ സൈഡ്, ബിക്കോസ് 6 സെമസ്റ്റർ ആണുള്ളത്. അപ്പോൾ ഈ 6 സെമസ്റ്റർ 3 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് എലിജിബിലിറ്റി ആയിട്ട് ഇവർ പറയുന്നത് 60% മാർക്കോടെയുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാം. അപ്പോൾ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് 60% മാർക്ക് ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തൊഴിലിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ടെക്നോളജി മേഖലയിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന 60% മാർക്കോടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്ക്, ആ ഡിഗ്രി ഏതൊക്കെയാണെന്ന് അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ B.Tech ആകാം, അല്ലെങ്കിൽ BE ആകാം, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആകാം, അല്ലെങ്കിൽ AMIE ആകാം. AMIEയും അലൗ ചെയ്യുന്നുണ്ട്. അതുപോലെ MCA ആണെങ്കിലും അവർ അലൗ ചെയ്യുന്നുണ്ട്. MSCs ഏതെങ്കിലും ആണെങ്കിൽ അലൗ ചെയ്യുന്നുണ്ട്. MS പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാം, അതിനകത്ത് തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിലേതെങ്കിലും ഒരു MS പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, പ്രസൻ്റ്ലി നിങ്ങൾ എംപ്ലോയിഡുമാണ്, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് 6 സെമസ്റ്ററുകളിലായിട്ടായിരിക്കും ഈ കോഴ്സ് നടക്കുക. അത് ഓൺലൈൻ മോഡിലായിരിക്കും, അതായത് ഓഫ്ലൈൻ മോഡിലേക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല. റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട, വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ അവസാനത്തെ സെമസ്റ്ററിനകത്ത് എക്സാംസ് ഉണ്ടാവും, പ്രോജക്റ്റ് റിവ്യൂ ഉണ്ടാവും. അത് റിയൽ ടൈമിലായിരിക്കും നടക്കുക. അത് നേരിട്ട് നമ്മൾ വന്ന് ഈ പ്രോജക്റ്റ് റിവ്യൂ ഓഫ്ലൈൻ മോഡിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ കോട്ടയത്തെ സെൻറ്റർ കൂടാതെ തന്നെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ബാംഗ്ലൂരുമുള്ള സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ ബേസ് ചെയ്താണ്. 60% മാർക്ക് വേണം, ഏതൊക്കെ ഡിഗ്രി ആണെന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ അതിലേതെങ്കിലും ഉള്ള ഒരാളാണ്, പ്രസൻ്റ്ലി വർക്കിംഗ് ആണ്. ഇതിൻ്റെ ബേസിസിൽ അവരൊരു ആദ്യ ഷോർട്ട് ലിസ്റ്റ് ഇടും. ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു
ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിന് ശേഷം അതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ, എൻട്രൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഫൈനൽ സെലക്ഷനിലേക്ക് അവർ എത്തുക. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ 250 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കോഴ്സ് ഫീസ് ടോട്ടൽ വരുന്നത് ഏതാണ്ട് 5,24,000 റുപ്പീസാണ്. പക്ഷേ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിന് ഓഫർ ചെയ്യുന്ന ഒരു MTech, അതും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, IIIT എന്ന് പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഈ 5,24,000 എന്ന് പറയുന്നത് തികച്ചും വളരെ നോമിനൽ ആയിട്ടുള്ളൊരു ഫീസാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഫീസുമായി ബന്ധപ്പെട്ടതൊക്കെ അവരുടെ വെബ്സൈറ്റിലുണ്ട്. ഞാൻ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഏതൊക്കെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് November 18th, 18-ാം തീയതിക്കുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി ഇതിൻ്റെ കുറച്ച് ഡേറ്റ്സും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. റിട്ടൺ ടെസ്റ്റും നമ്മളുടെ ഇൻ്റർവ്യൂവും നടക്കുന്നത്, ടെസ്റ്റ് നടക്കുന്നത് November 27-നായിരിക്കും. ഇൻ്റർവ്യൂ നടക്കുന്നത് December 1-നായിരിക്കും. അപ്പോൾ ഈ November 27 ടെസ്റ്റ് എന്നും December 1 ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലോർത്തിരിക്കുക. ഇനി സെലക്റ്റഡ് ആകുന്ന ആൾക്കാരെ അവർ ഈ ഫസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം 3rd തന്നെ അവർ ഡിക്ലെയർ ചെയ്യും. ആരൊക്കെയാണ് സെലക്റ്റഡ് എന്നുള്ള ആ ഒരു ലിസ്റ്റ് അവർ ഡിക്ലെയർ ചെയ്യും. 60 സീറ്റുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ January 4th, 5th ഓൺലൈൻ വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് February 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഓൺലൈൻ ലിങ്ക്, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു അവസരത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു വർക്കിംഗ് പ്രൊഫഷണലിന്, നിങ്ങളൊരു ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ടെക്നോളജി മേഖലയിൽ തന്നെ നിങ്ങൾക്കൊരു MTech ചെയ്യാനുള്ളൊരു അവസരം, അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിൽ MTech ചെയ്യാൻ. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് വളരെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഈ മേഖലയിൽ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരു നോർമൽ BTech BE കമ്പ്യൂട്ടർ സയൻസിലോ ഒക്കെ ചെയ്ത ആളാകാം, ഇലക്ട്രോണിക്സിൽ ചെയ്ത ആളാകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡാറ്റാ സയൻസിലോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലോ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണം, അങ്ങനെ ഒരു MTech വേണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിനും മികച്ച ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ ഇത് ഗ്രാബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.